ശരീരത്തെ ക്ഷയിപ്പിക്കുവാൻ കഴിയുമായിരിക്കും. പക്ഷേ ഒരു ജനതയുടെ ആത്മാവിനെ നയിക്കുന്ന ഉറച്ച മനോബലത്തെ കീഴടക്കാൻ കാലത്തിനാകില്ല. 86-ാം വയസ്സിലും വിറയ്ക്കാത്ത ചുവടുകളോടെ സമാധാനം ആവശ്യമായാൽ സമാധാനത്തിന്റെ ഭാഷയും, യുദ്ധം അടിച്ചേൽപ്പിക്കപ്പെട്ടാൽ പ്രതിരോധത്തിന്റെ ഭാഷയും ഒരേ ആത്മവിശ്വാസത്തോടെ സംസാരിക്കുന്ന നേതാവാണ് ആയത്തുള്ള അലി ഖമേനി. ലോകത്തിലെ ഏറ്റവും വലിയ ശക്തരെന്ന് സ്വയം വിശേഷിപ്പിക്കപ്പെടുന്ന ശക്തികൾ പതിറ്റാണ്ടുകളായി ഇറാനെ വളഞ്ഞു നിന്നിട്ടും അമേരിക്കക്കും ഇസ്രായേലിനും ഇന്ന് വരെ ഇറാന്റെ പരമാധികാരത്തെ തൊടാൻ പോലും കഴിയാത്തതിന്റെ പിന്നിൽ ഈ അചഞ്ചലമായ നേതൃത്വമാണ്. 18 വയസ്സുകാരന്റെ പോരാട്ട വീര്യവും ഒരു നാഗരികതയുടെ ആയിരക്കണക്കിന് വർഷങ്ങളുടെ അനുഭവ സമ്പത്തും ഒരുമിച്ച് ചേർന്ന അപൂർവമായ രാഷ്ട്രീയ പ്രതീകമായി ഖമേനി നിലകൊള്ളുകയാണ്. അദ്ദേഹത്തിന്റെ നിലപാടുകളിൽ പ്രതിഫലിക്കുന്നത് ഒരാളുടെ ധൈര്യമല്ല, മറിച്ച് കീഴടങ്ങലറിയാത്ത ഒരു ജനതയുടെ ആത്മാഭിമാനമാണ്. ആ ആത്മവീര്യത്തിന്റെ തുടർച്ചയാണ് ഇന്നത്തെ ഇറാൻ സമ്മർദ്ദങ്ങൾക്ക് മുമ്പിൽ വളയാതെ തല ഉയർത്തി നിൽക്കുന്നത്. ഇറാൻ ഇന്ന് നേരിടുന്ന ഭൗമരാഷ്ട്രീയ സമ്മർദ്ദങ്ങളെ യഥാർത്ഥ അർത്ഥത്തിൽ മനസ്സിലാക്കണമെങ്കിൽ കഴിഞ്ഞ പല നൂറ്റാണ്ടുകളിലായി രൂപപ്പെട്ട അന്താരാഷ്ട്ര ചരിത്രം ഓർക്കാതെ വഴിയില്ല. നിരായുധീകരണം, സുതാര്യത, അന്താരാഷ്ട്ര ഉത്തരവാദിത്വം എന്നീ വാക്കുകൾ പാശ്ചാത്യ ശക്തികൾ ഉയർത്തുമ്പോൾ അതിനു പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ എന്താണെന്ന് ഇറാൻ മറ്റു രാഷ്ട്രങ്ങളുടെ ദുരന്തങ്ങളിലൂടെ വ്യക്തമായി കണ്ടുകഴിഞ്ഞ രാജ്യമാണ്. സുരക്ഷ ഉറപ്പാക്കുമെന്ന പേരിൽ ആദ്യം കീഴടങ്ങൽ ആവശ്യപ്പെടുകയും പിന്നീട് അതേ കീഴടങ്ങലിനെ തന്നെ ഒരു രാജ്യത്തെ തകർക്കാനുള്ള ആയുധമാക്കുകയും ചെയ്ത നിരവധി സംഭവങ്ങളാണ് ഇറാന്റെ രാഷ്ട്രീയ ബോധത്തെ രൂപപ്പെടുത്തിയത്. 2003-ൽ ലിബിയൻ നേതാവായ മുവാമർ ഗദാഫി പടിഞ്ഞാറൻ ശക്തികളുമായി ബന്ധം സാധാരണവൽക്കരിക്കാനായി തന്റെ രാജ്യത്തിന്റെ പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ആണവ പദ്ധതികൾ സ്വമേധയാ ഉപേക്ഷിച്ചു. ഉപരോധങ്ങൾ നീക്കാമെന്നും ലിബിയയുടെ സുരക്ഷയും ഭരണകൂടത്തിന്റെ നിലനിൽപ്പും ഉറപ്പിക്കാമെന്നും വാഗ്ദാനങ്ങൾ ലഭിച്ചു. എന്നാൽ 2011-ൽ ആഭ്യന്തര കലാപങ്ങളെ മറയാക്കി നാറ്റോ സൈന്യം ലിബിയയിൽ വ്യോമാക്രമണം ആരംഭിച്ചപ്പോൾ ആ വാഗ്ദാനങ്ങളെല്ലാം പുക പോലെ അപ്രത്യക്ഷമായി. ഗദാഫി തെരുവിലൂടെ വലിച്ചിഴക്കപ്പെട്ട കൊല്ലപ്പെട്ടു. അദ്ദേഹത്തിന് ശേഷം ലിബിയ സ്ഥിരതയില്ലാത്ത ഭരണകൂടങ്ങളുടെയും ആയുധ സംഘങ്ങളുടെയും തീവ്രവാദ ശൃംഖലകളുടെയും പിടിയിലായി. നിരായുധീകരണം അവിടെ സമാധാനം കൊണ്ടുവന്നില്ല, മറിച്ച് ഒരു രാഷ്ട്രത്തിന്റെ സമ്പൂർണ്ണ തകർച്ചയിലേക്കാണ് അത് വഴിതെളിച്ചത്. ഇത് ലിബിയയുടെ മാത്രം അനുഭവമല്ല. ഇറാഖ് നേരിട്ട ദുരന്തവും ഇറാന്റെ ചരിത്രബോധത്തിൽ ആഴത്തിൽ പതിഞ്ഞിരിക്കുന്ന ഒരു മുന്നറിയിപ്പാണ്. സദ്ദാം ഹുസൈന്റെ നേതൃത്വത്തിലുള്ള ഇറാഖ് 1991-ലെ ഗൾഫ് യുദ്ധത്തിന് ശേഷം ഐക്യരാഷ്ട്രസഭയുടെ കർശന മേൽനോട്ടത്തിൽ തന്റെ കൂട്ടനാശാകരണ ആയുധങ്ങൾ പൂർണ്ണമായും പൊളിച്ചുമാറ്റി. വർഷങ്ങളോളം നീണ്ട പരിശോധനകളും അന്താരാഷ്ട്ര നിരീക്ഷണങ്ങളും നടന്നു. രാജ്യത്തിന്റെ സൈനിക ശേഷി ക്രമാതീതമായി ചുരുക്കപ്പെട്ടു. എന്നിട്ടും 2003-ൽ WMD എന്ന വ്യാജ ആരോപണങ്ങളെ ആയുധമാക്കി അമേരിക്കൻ സൈന്യം ബാഗ്ദാദിലേക്ക് ടാങ്കുകൾ ഇറക്കി. പിന്നീട് ആ ആയുധങ്ങൾ ഉണ്ടായിരുന്നില്ലെന്ന് അമേരിക്ക സമ്മതിച്ചെങ്കിലും ഇറാഖ് അതിനകം തകർന്നു കഴിഞ്ഞിരുന്നു. രാജ്യഘടന ചിതറി, സാമൂഹിക ഐക്യം തകർന്നു, ഭീകരതയും അരാജകത്വവും പതിറ്റാണ്ടുകളോളം പിടിമുറുക്കി. കീഴടങ്ങിയാൽ സുരക്ഷ എന്ന വാദം എത്രത്തോളം ശൂന്യമാണെന്ന് ലോകത്തിനു മുമ്പിൽ തുറന്നുകാട്ടിയ വേദനാജനകമായ ഉദാഹരണമായി ഇറാഖ് മാറി. ഈ അനുഭവങ്ങളാണ് ഇറാന്റെ നിലപാടിന് പിന്നിലെ ചരിത്രബോധം. 1953-ൽ ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട മുഹമ്മദ് മൊസാദക് സർക്കാരിനെ CIA-യും MI6-ഉം ചേർന്ന് അട്ടിമറിച്ച ഓപ്പറേഷൻ അജാക്സ് ഇറാന്റെ ദേശീയ ഓർമ്മയിൽ ഇന്നും മായാതെ നിലനിൽക്കുന്നു. വിദേശ എണ്ണ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ ഒരു രാജ്യത്തിന്റെ ജനാധിപത്യം പോലും ബലി കൊടുക്കപ്പെട്ട ആ അനുഭവത്തിന് ശേഷം പാശ്ചാത്യ വാഗ്ദാനങ്ങളെ അന്ധമായി വിശ്വസിക്കണമെന്ന് ഇറാനോട് ആവശ്യപ്പെടുന്നത് ചരിത്രത്തെ അവഹേളിക്കുന്നതിന് തുല്യമാണ്. ഇന്നത്തെ സാഹചര്യത്തിൽ ഇസ്രായേൽ നടത്തുന്ന മുൻകൂർ ആക്രമണങ്ങളും ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കിയുള്ള തുറന്ന ഭീഷണികളും ഈ ചരിത്ര സ്മരണയെ കൂടുതൽ ശക്തമാക്കുകയാണ്. അമേരിക്കയും ഇസ്രായേലും പതിറ്റാണ്ടുകളായി ഇറാനെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഇന്ന് വരെ ഇറാന്റെ പരമാധികാരത്തെ തകർക്കാൻ അവർക്കായിട്ടില്ല എന്നത് തന്നെ ഈ നരേറ്റീവിന്റെ പരാജയം തുറന്നുകാട്ടുന്നു. ഇറാൻ ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുള്ളത് തന്റെ ആണവ പദ്ധതി ആക്രമണത്തിനായല്ല, മറിച്ച് പ്രതിരോധത്തിനും പരമാധികാര സംരക്ഷണത്തിനുമാണെന്നാണ്. ലിബിയയും ഇറാഖും പോലെ നിരായുധീകരണം സ്വീകരിച്ച രാജ്യങ്ങൾ തകർന്നപ്പോൾ കടുത്ത ഉപരോധങ്ങൾക്കിടയിലും നിലനിന്ന ചില രാജ്യങ്ങളുടെ അനുഭവം ആഗോള രാഷ്ട്രീയത്തിലെ കഠിന സത്യം തുറന്നുകാട്ടുന്നു. ശക്തിയില്ലാത്ത സുരക്ഷാ വാഗ്ദാനങ്ങൾ പലപ്പോഴും വെറും പേപ്പർ വാഗ്ദാനങ്ങളായി മാത്രം മാറുന്നു. ഈ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ രാജ്യമാണ് ഇറാൻ. അതിനാൽ ഇറാൻ സ്വീകരിക്കുന്ന പാത ആക്രമണത്തിന്റേതല്ല, അതിജീവനത്തിന്റെയും ആത്മാഭിമാനത്തിന്റെയും പാതയാണ്. നിരായുധീകരണം എന്ന പേരിൽ വഞ്ചനയും തകർച്ചയും മാത്രം വിതയ്ക്കുന്ന ആ വഴിയിലേക്ക് തിരിച്ചു പോകാൻ ഇറാൻ തയ്യാറല്ല. സ്വന്തം സുരക്ഷയും പരമാധികാരവും സംരക്ഷിക്കാൻ ആവശ്യമായ എല്ലാ തീരുമാനങ്ങളും സ്വതന്ത്രമായി എടുക്കുമെന്ന ഉറച്ച നിലപാടിലാണ് രാജ്യം. ഇതൊരു ക്ഷണികമായ രാഷ്ട്രീയ പ്രതികരണമല്ല,
മറിച്ച് ചരിത്രത്തിൽ നിന്ന് കഠിനമായി പഠിച്ച പാഠങ്ങളുടെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ട ഒരു ദൃഢനിശ്ചയമാണ്. ആയത്തുള്ള അലി ഖമേനി പ്രതിനിധാനം ചെയ്യുന്ന അചഞ്ചലമായ ആത്മവിശ്വാസത്തോടെ കീഴടങ്ങുന്ന രാഷ്ട്രങ്ങളുടെ പട്ടികയിൽ ഇറാൻ ഒരിക്കലും ഉണ്ടാകില്ല എന്ന സന്ദേശം ലോകത്തോട് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് ഇന്ന് ഇറാൻ.